ഈ ചില്ലി മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മഷ്റൂമാണ്. നമുക്ക് ചെറുത് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി വലുപ്പമുള്ളതാണെങ്കിൽ നമ്മളതിൻ്റെ നടു ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇടാം. അത് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം പിടിക്കും. നമുക്കിത് വറക്കാനുള്ളതായതുകൊണ്ട് അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ആ മഷ്റൂം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/2 സ്പൂണ് ഉപ്പും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിനകത്ത് കുറച്ച് നേരം നമുക്ക് കൈ കൊണ്ട് തന്നെ തിരുമ്മി വയ്ക്കാം. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് നല്ലതാണ്. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കോട്ട് ചെയ്യാനായിട്ട് ഇതെടുക്കാം. ഈ ചില്ലി മഷ്റൂമിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. പ്യുവർ വെജിറ്റേറിയൻകാരാണെങ്കിൽ മുട്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, അത് നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ടുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂണ് ജീരകപ്പൊടി. ഈ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി മഷ്റൂമിൽ കുറച്ച് ഉപ്പിട്ടുണ്ട്, അപ്പോൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളതിനകത്ത് ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിക്കിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ മഷ്റൂം നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം. നമുക്കൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ബാറ്ററൊക്കെ നന്നായിട്ട് പിടിക്കും. ഒരു പാത്രത്തിനകത്ത് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് ഈ മഷ്റൂം അതിനകത്ത് വറുത്തിടാൻ ഓരോന്നായിട്ട്. കോട്ടിങ്ങോട് കൂടി ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ചില്ലി മഷ്റൂം ഒരു മഷ്റൂം ചില്ലി ആയിട്ട് മാറും. നമ്മുടെ ഈ മഷ്റൂം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് വാരിയെടുക്കാം. മഷ്റൂമിന് അത്ര വേവൊന്നുമില്ല. ഇത്രയ്ക്കായിട്ട് ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളം അങ്ങ് അരിഞ്ഞെടുക്കാം. 1 2 3 4 5 കേട്ടോ. ഒരു സബോള, ക്യാപ്സിക്കത്തിൻ്റെ ഒരു 3 കളറിലാണ് ഞാൻ എടുത്തേണ്ടത്. ഒരു 3 ഹാഫ്. നിങ്ങൾ മഷ്റൂം എടുക്കണതിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കി സാധനം എടുക്കാം. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് ശരിക്കും വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീന് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 3 കളർ എടുത്തത്. ഇപ്പോൾ ആ വറുത്ത ഓയിലിൽ തന്നെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം പച്ചമുളക് ഇടാം. ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ ഞാൻ ഇതിനോട്ട് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് സോയ സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഡാർക്ക് സോയ സോസാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. ലൈറ്റ് ആണെങ്കിൽ ഒരല്പം കൂടുതൽ ഒഴിക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. നന്നായിട്ട് കൊടുക്കാം. ചെറിയ ചൂടോടെ സോസ് ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച മഷ്റൂം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ്
നമുക്ക് ആ സോസിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് പകർത്താം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചില്ലി മഷ്റൂം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മഷ്റൂം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ. വറുത്ത് വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി വളരെയധികം കുറയും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ പുതിയൊരു വീഡിയോ, അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.